റിയൽ മലബാർ FC വേഴ്സസ് കേരള യുണൈറ്റഡ് FC. 2 ടൈംസ് ചാമ്പ്യൻസ് ആണ്, കറന്റ് ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആണ് കേരള യുണൈറ്റഡ് FC. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ഒരു വിജയം എന്നുള്ളത് അവരുടെ പോയിന്റ് പട്ടികയിലെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. കാരണം കറന്റ് അവരുടെ ആദ്യ മത്സരത്തിൽ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിക്കെതിരെ മികച്ചൊരു വിജയം കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഒരു ഗോളിന്റെ ഫ്രീ കിക്ക് കംസ് ഇൻ. വലിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. എന്തായാലും കേരള യുണൈറ്റഡ് FC നല്ലൊരു ഡയഗണൽ ബോൾ. ഇവിടെ പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫസ്റ്റ് ടൈം ഷോട്ട്, ചെറിയ വ്യത്യാസത്തിൽ ഐ തിങ്ക് റിയൽ മലബാർ FC യൂട്ടിലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കോർണർ കംസ് ഇൻ, ഫസ്റ്റ് ടൈം ഹെഡർ. ഗോൾ കീപ്പർ ചെറുതായി ഒന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പന്തൊന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. അവിടെ ഉണ്ടായിരുന്നു, സോ അതുകൊണ്ട് തന്നെ ഓഫ് ബാലൻസ് ആയി പോകുന്ന കീപ്പറെയും നമ്മൾ കണ്ടു. ഫസ്റ്റ് ടൈം ഹെഡർ ക്ലിയറൻസ്, നല്ലൊരു അറ്റംപ്റ്റ്. ഫാറായി തന്നെ പന്ത് വരുന്നു, പക്ഷെ ഫാർ പോസ്റ്റ് ഏരിയയിലേക്ക് വീണ്ടും നല്ലൊരു ഡെലിവറി. വീട് കിട്ടിയ ഒരു അവസരം, അഡ്വാൻറ്റേജ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാവുന്നത്. വീണ്ടും കേരള യുണൈറ്റഡ് FC നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇത്തവണ അഭിനന്ദാർശനായിട്ടായ പന്ത് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നു. അതോടുകൂടി ഒന്നാം പകുതിയുടെ ആ ഒരു ആക്ഷൻ അങ്ങനെ തന്നെ അവസാനിക്കുന്നു. ദിൽഷാദിന്റെ കിക്ക് നേരെ വരുന്നു പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തേക്ക്. നല്ലൊരു ഡെലിവറി. കിക്ക് വന്നത് നേരെ ഫാർ പോസ്റ്റ് ഏരിയയിലേക്കാണ് പന്ത് വരുന്നത്. ഹെഡർ വരുന്നു ആൻഡ് ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്നും കൃത്യമായ സമയോചിത പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിജയവും ഏതാനും ഗോളുകൾ മാത്രം മതിയാവും. വീണ്ടും കേരള യുണൈറ്റഡ് FC വീണ്ടും റിയൽ മലബാറിന്റെ പ്രതീക്ഷകളെ വളരെ മികവുറ്റ രീതിയിൽ തള്ളി താഴിയിടുന്ന കേരള യുണൈറ്റഡ് FCയെ കാണാം. കൊണ്ട് ഈ ഒരു മത്സരത്തിലെ അവരുടെ സാധ്യതകളെ വീണ്ടും നിലനിർത്തുന്നു. ഫോർവേഡ് ലൈനിലേക്ക് വളരെ അംബീഷ്യസ് ആയാണ് ക്രൈഗ് ആ പന്ത് ഡെലിവർ ചെയ്തത്. ഒരു ക്ലിയറൻസ് മിസ്റ്റേക്ക് ഉണ്ട് ചെറുതായി. took a deflection from the head of that player of റിയൽ മലബാർ FC ആൻഡ് ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി വളരെ മനോഹരമായി തന്നെ തുഫൈൽ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തായാലും നേരെ മറുപുറത്തേക്ക് നല്ലൊരു അറ്റാക്കുമായി അവിടെ റിയൽ മലബാർ FC. റിയൽ മലബാറിന്റെ ഷോട്ട് വരുന്നു, ലോങ് റേഞ്ച് അടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് റിയൽ മലബാർ FC മത്സരത്തിന്റെ 91ാമത് മിനിറ്റിൽ ലുക്ക് അറ്റ് ദാറ്റ്. അവരുടെ ഏറ്റവും നല്ലൊരു റൺ. അവിടെ സബ്സ്റ്റിറ്റ്യൂഷണൽ കളിക്കളത്തിലേക്ക് വന്ന താരമാണ് അവിടെ മുബീൻ ആ പന്ത് ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിൽ നിന്ന് പന്ത് തിരികെ സ്വീകരിച്ച് അബൂബക്കർ ദിൽഷാദിന്റെ മനോഹരമായ ഒരു ഷോട്ട്. ആൻഡ് ഈ ഒരു മത്സരം എങ്ങനെ അവസാനിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് 3 മിനിറ്റ് അധിക സമയവും അവസാനിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കണ്ടിരിക്കുന്നു. ആൻഡ് യെസ്, ഫുൾ ടൈം number 6, it's full time here at EMS Corporation Stadium and it's Real Malabar FC 1 and Kerala United FC 1.